ഗുഹയുടെ ഉള്ളിലോട്ട് പോവുകയാണ് ഗൈസ്. ഇതാണ് ആ സംഭവം, മൂവിയിലുള്ള സംഭവം. സോ ഈ ഒരു പോസ്റ്റിലാണ് ക്ലൈമാക്സിൽ അപ്പം ഇങ്ങനെ കെട്ടിയിരുന്നത് സൗബി. സോ ഗൈസ് നമ്മൾ ഇലവിഴ പൂഞ്ചിറ പോവുകയാണ്. ഗൈസ് നമ്മൾ ഇലവിഴ പൂഞ്ചിറ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ജീപ്പ് വിളിച്ചിട്ട് വേണം പോവാൻ. ജീപ്പ് സഫാരി 1 കിലോമീറ്റർ നടക്കാൻ പറ്റില്ല അമ്മയ്ക്കുള്ള കാര്യം. ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കുറേ ജീപ്പുകളുണ്ട്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വ്യൂ പോയിന്റ് ഉണ്ട്. ഒരു തടാകം ഇതോടെ വന്നുള്ളവർക്കറിയാം. പിന്നെ ഇലവിഴ പൂഞ്ചിറ മറ്റേ മേളിൽ ആ മൂവിയിൽ കാണിക്കുന്ന പോലത്തെ ഒരു സ്റ്റേഷൻ. പിന്നെ അതൊന്നും എനിക്കറിയില്ല. സോ ഇവിടേക്ക് നമുക്ക് 1.5 കിലോമീറ്റർ ഉണ്ട്. സോ നടന്ന് പോകാൻ ഭയങ്കര ചടങ്ങാണ്. ജീപ്പ് വിളിച്ചിട്ട് എല്ലാവരും പോവുകയാണെങ്കിൽ സമയം സേവ് വേഗം എത്തുകയും ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു ജീപ്പിൽ 8 ആൾ പോകും. ഒരു ജീപ്പ് പോകാനായിട്ട് 1000 രൂപയാണ് പറഞ്ഞു. നിങ്ങൾ ടീംസായിട്ട് വരാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും സേവ്. നമുക്കിവിടെ ജീപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു 5 പിള്ളേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവർ നമ്മൾ 3 പേര് പോകാനുള്ള പരിപാടിയാണ്. നമുക്ക് അത് എക്സ്പീരിയൻസ് വേണം ഇതിൽ വിളിക്കാൻ. ഞങ്ങളന്ന് ചോദിച്ചതാണല്ലേ മതി പോയപ്പോ. നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ് ചെറിയ ഒരു ചിറയാണ്, പൂഞ്ചിറ ചിറ. സോ ഇത് തൊട്ടടുത്ത നമ്മുടെ ജീപ്പിൽ കയറി വന്നപ്പോൾ തന്നെ ഉള്ള ഒരു ഫസ്റ്റത്തെ ഒരു വ്യൂ പോയിന്റ് ആണ് ചിറ, പൂഞ്ചിറ. പൂഞ്ചിറത്തെ ചിറ നല്ലതാണ്. ഗൈസ് നമ്മൾ ഇലവിഴ പൂഞ്ചിറയിൽ വന്നിട്ട് ചിറയിൽ വന്നിട്ട് നമ്മൾ മുഖം കഴുകാനുള്ള പരിപാടിയാണ്. പറഞ്ഞാൽ 2 സ്റ്റെപ്പുകൾ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് താഴ്ചയാണ്. സോ നമ്മൾ ഇവിടെ നിന്ന് മുഖം കഴുകിയിട്ട് പോരുക. അവിടെ ഡാം ഉണ്ട്, മറ്റേ ഇടുക്കിയുടെ പവർ ഹൗസിന്റെ ഡാം. കണ്ടാ നിങ്ങൾ? ഇത് കണ്ട വെള്ളം കണ്ടാ? ഇതാ ഇത് ഫോഗായി കാരണം നിങ്ങൾക്ക് കാണില്ല ഗൈസ്. ഡാമാണ്. ഈ മഞ്ഞില്ലെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കാണാൻ. സമയം 11. എന്നിട്ട് ഇവിടെ മഞ്ഞ നല്ല ക്ലൈമറ്റ് ഇല്ല. ഇവിടെ എന്തൊരു ഗുഹയുണ്ടെന്നാണ് പറഞ്ഞത്. സോ നമ്മളത് കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതാണ്. ഇവിടെ ഒരു കുണ്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഇലവിഴ പൂഞ്ചിറത്തെ 2ാമത്തെ ഒരു വ്യൂ പോയിന്റാണ്. ആ ഒരു ഡാം കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാണ്. ആക്ച്വലി ഇവിടെ എന്തോ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് അവിടെയാണ് ഗുഹ. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഗുഹ എന്ന് പറയുന്നൊരു സംഭവം. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമെന്നാണ് പറയണത്. കണ്ട ഗുഹയുടെ ഉള്ളിലേക്ക് ഗുഹയുടെ ഉള്ളിലോട്ട് പോവുകയാണ് ഗൈസ്. ഉള്ളിൽ ഗുഹയുടെ ഉള്ളിൽ പോവാ. ഇത് എത്ര ദൂരം ഉണ്ട്? അതെ. സോ ഗൈസ് ഇതാണ് നമ്മുടെ ഗുഹ. ഞാൻ ഈ ഗുഹയ്ക്കൊന്ന് പോയി നോക്കട്ടെ. ഇതാണ് ഗുഹ. അതിൻ്റെ ഉള്ളിലൊരു സംഭവം സെറ്റപ്പ് ആക്കിയിട്ടാണ് തോന്നുന്നുണ്ട്. ലക്ഷണം കണ്ടിട്ട് നമുക്കിവിടെ കാല് വരെ വെള്ളമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടി വേറൊരു ചെറിയൊക്കെ ഉണ്ട്. ഇതിലേക്ക് പോകാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. സംഭവം നമ്മുടെ ഗ്യാങ് ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ മെല്ലെ. ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത് വേറെ ലെവലാണ് കേട്ടോ. കാരണന്മാരായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് മുന്നിൽ ദിവസം ഇരുന്നാന്ന് പറഞ്ഞത്.
ബേസിക്കലി അവിടെ നിന്ന് ഒരു ഇതുവരെയാണ് വണ്ടി വരുള്ളൂ. പിന്നെ നമ്മൾ അങ്ങോട്ട് നടക്കണം. ഇപ്പോൾ അവിടെ വരെയുള്ളൂ സഫാരി ആണെങ്കിലും. അവിടെ നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. സോ ബേസിക്കലി ഇവിടെ സീസൺ ടൈമാണ്. പക്ഷേ ഇവിടുത്തെ കത്തി പിടിച്ചു. അത് കാരണമാണ് ആൾക്കാരില്ല. ഇത് കത്തിരി നല്ല ഗ്രീൻ ഉണ്ടാവുന്നതാണ്. ഇതിൽ നല്ലൊരു ഭംഗി നമുക്ക് ആസ്വദിക്കാം. സോ അച്ഛനമ്മ അവിടെ നിന്ന് വരുന്നുണ്ട്. എളുതിയാണ് ഇവിടെ അത്യാവശ്യത്തിന് കയറണം. ഫൈനലി റീച്ച് ദിസ് ലൊക്കേഷൻ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇല വീഴ പൂഞ്ച. ഇതാണ് ആ സംഭവം, മൂവിയിലുള്ള സംഭവം. അതിലിതൊരു പോലീസ് സ്റ്റേഷനാ. പക്ഷെ ഇതെന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. സംഭവം ഭയങ്കര ഫേമസ് ആയി അതോടുകൂടി. പോലീസ് സ്റ്റേഷൻ. സോ ഈ ഒരു പോസ്റ്റിലാണ് ക്ലൈമാക്സിൽ അപ്പം ഇങ്ങനെ കെട്ടിയിടണത് സൗബി. എന്താ റേഞ്ച് ഉണ്ട്, എനിക്ക് കിട്ടും ഡയറക്റ്റില്.